ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. സങ്കീർത്തനം 119:71 വചനം പഠിപ്പിക്കുന്നുണ്ട്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അവയിലൂടെ അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? ദൈവം ഉണ്ടാ, ദൈവം ഇല്ലേ, ഇനി ഞാൻ ദൈവത്തെ വിശ്വസിക്കൂല, എനിക്കെന്താ ഇങ്ങനെ വന്നത്, എന്നോടെന്താ ഇങ്ങനെ കാണിച്ചത്, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ വഴിമുട്ടിപ്പോയത് എന്ന് നമ്മൾ പറയും. ഇവിടെ ദാവീദ് സങ്കീർത്തകൻ പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അവയിലൂടെ അങ്ങയുടെ ചട്ടങ്ങൾ. നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ചട്ടത്തോട് അൻപുള്ളവനാണ് ചട്ടമ്പി, ചട്ടമ്പി സ്വാമി. അപ്പോൾ ചട്ടങ്ങൾ എനിക്ക് ഉപകാരമായി എന്ന് പറയുമ്പോൾ പ്രമാണങ്ങൾ, നിയമങ്ങൾ എനിക്ക് ഉപകാരമായി എന്ന്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഒരു കത്തീഡ്രൽ ദേവാലയത്തിൽ, ആ നാട്ടിൽ വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഒരുപാട് തീർത്ഥാടകർ വരികയും സന്ദർശിക്കുകയും ചെയ്തിരുന്ന ആ ദേവാലയത്തിലെ മനോഹരമായ ജനൽ ചില്ലുകൾ, അലങ്കാരപ്പണികൾ ചെയ്ത് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ജനാല ചില്ലുകൾ അന്നത്തെ കൊടുങ്കാറ്റിലെ ഇരയായി തകർന്ന് വീഴുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് കാണാൻ മാത്രം അവിടെ വരും. എന്ത് ചെയ്യും? എല്ലാ സ്വപ്നങ്ങളും തകർന്നു വീണ പോലത്തെ അവസ്ഥ. അധികാരികളുടെ അവിടെ ആ ചില്ലുകൾ വാരിക്കൊണ്ടുവന്ന് പുറകിലെ നിലവറയിൽ വെക്കുവാൻ അവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞു. എന്നാൽ അന്നൊരു ദിവസം ഒരാൾ ഈ ചില്ലുകൾ കാണുന്നതിന് വേണ്ടി ഇത് കേട്ടറിഞ്ഞു വന്നെങ്കിലും ചില്ലുകളില്ല, അത് പൊട്ടിത്തകർന്ന് നിലവറയിലാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് അത് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നിലവറയിൽ വെച്ചിരിക്കുന്ന ഈ ചില്ലുകൾ കണ്ടപ്പോൾ ഈ കാണാൻ വന്ന അപരിചിതനായ വ്യക്തി ചോദിച്ചു, ഇത് ഞാൻ എടുത്തു കൊള്ളട്ടെ എന്ന് ചോദിച്ചു. ഈ പൊട്ടി തകർന്ന ചില്ല് എന്തിനാ, എവിടെ കൊണ്ടുപോയി കളയും, എങ്ങനെ കളയുമെന്ന് ഓർത്തിട്ടാണ് ഇവർ നിലവറയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അവർ കേൾക്കേണ്ട താമസം പറഞ്ഞു, ഇത് മുഴുവൻ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ തകർന്ന ചില്ലിൻ്റെ അവശിഷ്ടങ്ങളടക്കം എല്ലാം കൊണ്ടുവന്ന് നിലവറയിൽ വെച്ചിരുന്നത് ഇയാൾ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. കുറേ നാൾ കഴിഞ്ഞ് ഒരു കലാകാരൻ്റെ ലെറ്റർ ഈ അധികാരികൾക്ക് ലഭിക്കുകയാണ്. തൻ്റെ കലാശാലയിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ആ കലാശാലയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു കർട്ടൻ ഇട്ട് മൂടി വെച്ചിരിക്കുന്ന ആ കലാവസ്തു, ആ കർട്ടൻ അദ്ദേഹം എടുത്തു മാറ്റിയപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു പോയി. അദ്ദേഹം ചോദിച്ചു, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കൊണ്ടുപോയ പൊട്ടിപ്പോയ ചില്ലുകളെല്ലാം ചേർത്ത് അതിൽ ഒട്ടിച്ചെടുത്ത് അതിൽ പ്രത്യേകമായ അലങ്കാരങ്ങൾ ചെയ്ത് ഒരു പുതിയ ചില്ലിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന ഡിസൈനിലും വ്യത്യസ്തതയിലും പൊട്ടിയതൊന്നും ചേർത്തതൊന്നും അറിയാത്ത രീതിയിൽ അത്യാകർഷകമായിട്ട് ഈ കലാകാരൻ അതിനെ മാറ്റിയെടുക്കുകയുണ്ടായി. എന്ത് മനസ്സിലായി? ഇത് തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ ദേവാലയത്തിലെ നഷ്ടപ്പെട്ട ആ കലാസൃഷ്ടി തിരിച്ചു കിട്ടുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില പാളിച്ചകൾ, ചില തകർച്ചകൾ, ചില വഴിമുടക്കങ്ങൾ, ചില നഷ്ടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ, അവിചാരിതമായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് തകർന്നു കഴിയുമ്പോൾ, ബന്ധനങ്ങളായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരിൽ നിന്ന് എതിർപ്പുകളും വിചാരിക്കാത്ത തരത്തിലുള്ള മുറിവുകളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ, ഇനി ഇങ്ങനത്തെ ഒരു മകനില്ല, ഇങ്ങനത്തെ ഒരു മകളില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ വേണ്ട, നിന്നെ കൊണ്ട് ഉപകാരമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൈവിടുമ്പോഴും നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം കൂടുതൽ മേൽത്തരമായ നമ്മുടേതായ കുറവുകൾ കൊണ്ട് പറ്റിയ വീഴ്ചയും കഷ്ടവും നഷ്ടവുമാണെങ്കിലും ഒറ്റ കാര്യം, കൂടുതൽ മെച്ചപ്പെട്ടതിന് വേണ്ടി നമ്മളെ ഇനിയും പരിവർത്തനപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കും. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇനി എന്ത് വന്നാലും ഇത്രേ ഉള്ളൂ, കുറേ കടന്നു വന്നതാണ്, ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഈ മേൽത്തരം പദ്ധതിയെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. ജെറമ്യാ 29:11 മുതൽ ഉള്ള വാക്യങ്ങൾ. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആരുടെയും പേരൊന്നും ഈ വചനത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾ തകർന്നു പോയെങ്കിൽ, ഇപ്പോൾ ഡിപ്രഷന് അടിമയാണെങ്കിൽ, രോഗിയാണെന്നുള്ള ചിന്തയാണെങ്കിൽ, പരീക്ഷാ പരാജയത്തിൻ്റെ വേദനയാണെങ്കിൽ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം നിങ്ങളെ കാർന്നു തിന്നുന്നെങ്കിൽ, ഓർമ്മകൾ നിങ്ങളെ ഗ്രസിച്ചു
കഴിയുന്നെങ്കിൽ, അപകടങ്ങളിൽ അംഗഭംഗം വന്ന് കഴിയുന്ന അവസ്ഥകളാണെങ്കിൽ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഏതാനും വർഷം മുമ്പ് വാഹനാപകടം ഉണ്ടായി. അവിചാരിതമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും തൊട്ടതെല്ലാം പൊന്നാവുന്നത് പോലെ ശുശ്രൂഷയിലും ജീവിതത്തിലും മക്കളൊക്കെ വലുതായി ഓരോ മേഖലയിലോട്ട് കടന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിചാരിതമായ ഒരു അടി പോലെ അപകടം വരികയാണ്. അപ്പോൾ എതിരുള്ള പലരും അല്ലെങ്കിൽ ശുശ്രൂഷയും പ്രാർത്ഥനയോടും താല്പര്യമില്ലാത്ത അവൻ്റെ കഥ കഴിഞ്ഞ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇനി എന്താ, ഇനി തലവെക്കാൻ പോണില്ല, ദൈവം നിന്നെ ഒന്ന് രക്ഷിക്കുന്നത് കാണട്ടെ, ഒരു 2 കൊല്ലമെങ്കിലും മിനിമം കൊടുക്കുമെന്ന് ചെറുതായിട്ട് ആയി വരാനെന്നൊക്കെ പറഞ്ഞാൽ കാൽവേനിയൻ കോഡിൻ്റെ അവിടെ ഡോക്ടർ പറഞ്ഞത് 8 പീസും 10-20 ചെറിയ പീസുകളുമായിട്ട് പോയി സ്റ്റീലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് അതൊക്കെ ഇട്ടു. അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ കയ്യിൽ 10 പൈസ ഇല്ലാതിരുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങാൻ വേണ്ടി പോണേണ്, ഇപ്പം 2-3 മാസം അങ്ങനെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഏറെ സമൃദ്ധിയുടെ കാലത്തിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ കടന്നു പോകുമെന്നറിയില്ല. ഡോക്ടർ പറഞ്ഞതിനേക്കാളും നാട്ടുകാർ പറഞ്ഞതിനേക്കാളും കലമാൻ്റെ വേഗം പോലെ ദൈവം എന്നെ വേഗം സുഖപ്പെടുത്തുകയും പണ്ടത്തേനേക്കാൾ കൂടുതൽ ഇരട്ടി അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്തത് അപകടം ചെയ്ത് വീണ് കിടക്കുന്ന അതും വെച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് പോയി. ഒരു കണ്ണാടി ചില്ല എടുത്തുകൊണ്ടെന്ന് എൻ്റെ ഭാര്യ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ആ ദിവസങ്ങളിൽ, മുഖത്തിനൊന്നും പറ്റിയില്ലല്ലോ, അപ്പോൾ ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൾക്ക് ഗ്ലാമർ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുന്നവരുമുണ്ട്, നമുക്ക് എതിരായി നിൽക്കുന്നവരുമുണ്ട്. നമ്മൾ സ്ഥായിയായിട്ട് ദൈവത്തിൽ ചേർന്ന് നിന്ന് കൂടുതൽ കാതലുള്ളവ മരമായി തീരാൻ ഇതാ കാറ്റും കോളും കൊടുങ്കാറ്റും ഒരു വൃക്ഷത്തിന് ഇട തരുന്നത് പോലെ ജീവിതത്തിൽ കരുത്താർജിക്കുന്നവരായി തീരാനാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. ഏശയ്യാ 30:20-21 പറയുന്നുണ്ട്. 30:20-21 ഈ 3 വചനങ്ങൾ, സങ്കീർത്തനം 119:71, ജെറമ്യാ 29:11, അതുപോലെ ഏശയ്യാ 30:20-21 അവിടെ പറയുന്ന കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം ക്ലേശത്തിൻ്റെ അലവെന്ന് പറഞ്ഞാൽ നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പറയുന്ന ഒരു സ്വരം ശ്രവിക്കുന്നു, ഇതാണ് വഴി. അതുകൊണ്ട് ജീവിതത്തിൽ അവിചാരിതമായ അടികൾ കിട്ടുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതീക്ഷകൾ തകർന്നു പോകുമ്പോൾ, സ്വപ്നങ്ങൾ ഫലിക്കാതെ വരുമ്പോൾ ഓർക്കുക, ദൈവത്തിന് മേൽത്തരം പദ്ധതിയുണ്ട്. ചിത്രകാരൻ്റെ കയ്യിൽ, കലാകാരൻ്റെ കയ്യിൽ തകർന്ന ചില്ല് കിട്ടിയപ്പോൾ അത് കൂടുതൽ മേൽത്തരമാക്കി മനോഹരമാക്കി ഒട്ടിച്ചെടുത്ത് അതുപോലും അറിയാതെ മുമ്പത്തേനേക്കാൾ ശ്രേഷ്ഠമായ കലാശില്പമാക്കി മാറ്റിയതുപോലെ ഇപ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ജീവിതത്തിലെ ഭാവിയെക്കുറിച്ചുള്ള അവസ്ഥകളെ ഇതാ ദൈവം കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിരാശയിലോ ദുഃഖത്തിലോ ആത്മഹത്യ ചിന്തയിലോ ഒക്കെ ആണെങ്കിൽ അതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. ദൈവമേ, ഇതെല്ലാം നീ ഏറ്റെടുക്കുക, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുക എന്ന് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വീഡിയോകളുമായിട്ട് ഇനി വരുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ സെൻഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് പ്രാർത്ഥനയോടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.